ഹലോ രാവിലെ തന്നെ ഉമ്മ വിളിച്ചിട്ടാണ് ഇന്ന് വെള്ളിയാഴ്ച ആണ് ബീഫ് മേടിച്ചിട്ടാണ് നെയ്പ്പത്തിലും ബീഫ് ആക്കി തരാമെന്നാണ്. ഞാൻ പിന്നെ വിചാരിച്ചു വെള്ളിയാഴ്ച ദിവസമായിട്ട് ജുമാ നിർബന്ധമാക്കിയ പോലെ തന്നെ ബീഫ് നിർബന്ധം ഇല്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്താകേണ്ട വെച്ച് ഞാൻ വേഗം വണ്ടി എടുത്തിട്ട് ബീഫ് വാങ്ങാൻ പോയി. രാവിലെ തന്നെ നമ്മളെ നാട് കാണാൻ നല്ല രസമാട്ടോ, നല്ല സൂര്യനിൽ ഉദിച്ച് ഇളം വെയിലിങ്ങനെ പോകാൻ നല്ല രസം. അങ്ങനെ ഞാൻ കുന്നുംപുറത്തേക്ക് എത്താൻ പോകുന്നട്ടാ. കുന്നുംപുറത്തേക്ക് എത്തിയപ്പോൾ ഭയങ്കര ആളെന്നെ. ഞാൻ എപ്പോഴും ഇവിടുന്ന് തന്നെ ഇറച്ചി വാങ്ങല്. നല്ല ഇറച്ചിയുണ്ട്, ചുവന്ന ഇറച്ചി. ഇവിടുന്ന് ഇവരെന്നെ കണ്ടാൽ തന്നെ നല്ലത് തരും കേട്ടോ. ഞാൻ എപ്പോഴും ഇവിടുന്ന് തന്നെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഇറച്ചി വാങ്ങിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാ. തിരിച്ച് വീട്ടിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മീണ്ട് വിളിക്കുന്നത് അവിടെ സാറിന് ഇപ്പത്തലായി എന്നിട്ട്. അങ്ങനെ ഞാൻ ടേബിളിൻ്റെ മുകളിൽ പോയിട്ടിരുന്നു. ടേബിളിൻ്റെ അടുത്ത് പോയിട്ടിരുന്ന് നല്ല ചുവന്ന കറിയാട്ടോ, നല്ല മുളക് കറി ഉണ്ടായിനി. തേങ്ങ കറിയൊന്നും വെച്ചാൽ ബീഫ് വലിയ രസമൊന്നും ഉണ്ടാവില്ല, മുളക് കറി തന്നെ ആക്കണം. അങ്ങനെ ഞാൻ കുറേ എടുത്ത് കോരി വയ്ക്കാൻ തുടങ്ങി. എനിക്ക് എപ്പോഴും പത്തലിൻ്റെ കൂടെയെല്ലാം കുറേ കറി വേണം. ഞാൻ കോരി വെച്ചിട്ട് ഇങ്ങനെ തിന്നല് ഞാൻ. പിന്നെ എൻ്റെ ഉമ്മയും കൈ വെച്ച കറിയൊന്നും മോശമാവില്ല, നല്ല എരിവോടുകൂടി നല്ല ടേസ്റ്റോട് കൂടിയാണ് അവരുണ്ടാക്കൽ. ഞാൻ കുറേ കാലമായി ഇത് കഴിച്ചിട്ട്. ദുബൈയിൽ പോയാലും നമ്മളെ വീട്ടിലെ ഭക്ഷണം എപ്പോഴും മിസ്സിങ് തന്നെയാണ്. ആടെ ഇതൊന്നും കിട്ടൂലല്ലോ, നമ്മളെ വീട്ടിലെ ഭക്ഷണം തന്നെ. അപ്പം ശരിയെന്ന് ഞാൻ നല്ലോണം വെച്ചടിക്കട്ട്, കാരണം എനിക്ക് ആസ്വദിച്ച് തിന്നണം. എപ്പോഴും തിന്നാൻ കഴിയില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ കഴിയും. നല്ല ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പം ശരി, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ, ബൈ.